ഇവര് സാമ്പത്തിക ലാഭം നോക്കിക്കാണ്ട് നിർമ്മിച്ചതാണിത്. ഇത് ഇവിടെ യഥാർത്ഥത്തിൽ വേണ്ടത് എഡ്രിക്കോട് പാലം നിർമ്മിച്ച ഒരു വയഡക്റ്റാണ് ഇവിടെ വേണ്ടിയത്. പക്ഷേ ഇവർ സാമ്പത്തിക ലാഭം ഇതൊക്കെ നോക്കിയിട്ടാണ് ഈ പരിപാടി നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, പൊതുമരാമത്ത് മന്ത്രി അടുത്ത തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പും മറ്റ് തെരഞ്ഞെടുപ്പൊക്കെ കഴിയുന്നതിന് മുമ്പ് ഇത് ഉദ്ഘാടനം ചെയ്ത് അതിൻ്റെ ക്രെഡിറ്റ് വാങ്ങി തെരഞ്ഞെടുപ്പിന് നേരിടാനുള്ള പരിപാടി നടത്തുന്നുണ്ട്. പക്ഷേ ജനങ്ങളെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താതെ ഇത്തരത്തിൽ നിർമ്മാണത്തിനെതിരെ യാതൊരു പരിശോധന നടത്താത്തത് ഗുരുതരമായ അനാസ്ഥയാണ്. അപ്പോൾ അതിൽ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി സമാധാനം പറയണം. പിന്നെ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ NH-66 ഇത് മാത്രമല്ല വിഷയം, സൂചനാ ബോർഡിൽ വ്യാപകമായ തെറ്റുകളാണ്. ഞാൻ കളക്ടർക്കും നാഷണൽ കൊച്ചി പ്രൊജക്ട് ഡയറക്ടർക്കും അതുമാതിരി പൊതുമരാമത്ത് മന്ത്രിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിരന്തര വാക്കുകൾ ഇപ്പോൾ കാച്ചാടി എന്നുള്ളത് കാച്ചാടി എന്നാണ് എഴുതിയിട്ടുണ്ട്. ഇവിടെ VK എന്നുള്ള VK പാടി എന്നുള്ളത്, ചന്തപ്പുര എന്നുള്ള ചന്തപ്പുരായ, പ്രസിദ്ധമായ കാടമ്പുയ ക്ഷേത്രത്തിന് കദംബുയ. ഇത്തരത്തിൽ തെറ്റായ പേരുകൾ, മൊത്തത്തിൽ വ്യാപകമായ പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ളത്. സർവീസ് റോഡിൽ അമ്പുകൾ സ്ഥാപിക്കാനായിട്ട് അപകട മരണങ്ങളൊക്കെ ഇവിടെ നടന്നു. പിന്നെ നിരന്തരം പരാതി കൊടുത്തതിന് ശേഷം ഇപ്പോൾ സർവീസ് റോഡ് ഇതാക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ കേന്ദ്രമന്ത്രിക്ക് പരാതി കൊടുത്തതെന്ന് വെച്ചാൽ ഇതിൽ നിർമ്മാണ കമ്പനിക്കെതിരെ അന്വേഷണം നടത്തണം. അതേമാതിരി ഇവിടെ വയഡക്റ്റാണ് വേണ്ടിയത്. അതാണ് നമ്മൾ NH-ന്റെ നിർമ്മാണത്തിൽ തന്നെ വ്യാപകമായ കുഴപ്പങ്ങളുണ്ടെന്നും അനാവശ്യമായ തിരക്ക് കാണിക്കുന്നുള്ള പരാതിയാണ് നാട്ടുകാർക്ക് പലർക്കായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന്, ഇപ്പോൾ നേരത്തെ തന്നെ NH പറയുന്ന കാര്യം നമ്മൾ കാണേണ്ട ഒരു കാര്യം, അതായത് അവരുടെ നിർമ്മാണത്തിന് എന്തെങ്കിലും തരത്തിലുള്ള അപാകത ഉണ്ടായതിൻ്റെ പ്രശ്നം കൊണ്ടല്ല ഇത്, മറിച്ച് ഈ ഭൂമിക്ക് ഇത് താങ്ങാൻ കഴിയുന്നില്ല. ഈ വയലിൻ്റെ മണ്ണ് പുറത്തേക്ക് തള്ളിപ്പോവുകയും ഈ ഭാരം താങ്ങാനാവാതെ ഈ നിർമ്മിതി താഴേക്ക് ഇരുന്നു പോവുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ NH പറയുന്നത്. അപ്പോൾ അതിലൊരു മർമ്മപ്രധാനമായ ചോദ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ നിർമ്മിതി, ഇത്രയും ഭാരമുള്ള നിർമ്മിതി താങ്ങാൻ കഴിയാത്ത ഒരു കൺസ്ട്രക്ഷൻ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഇത് നിർമ്മിച്ചതെന്നുള്ള ഒരു ബേസിക് ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. നമ്മൾ കാണുന്ന കാര്യം, ഇപ്പോൾ വയനാട്ടിലൊക്കെ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള വലിയ മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ദുരന്തം നമുക്കറിയാവുന്നതാണ്. കേരളത്തിൽ ഇപ്പോൾ സാധാരണ നിലയ്ക്ക് നമുക്ക് പരിചിതമായ രീതിയിലല്ല മഴ പെയ്യുന്നത്. വലിയ തോതിൽ ഒരു ഷോർട്ട് ടൈമിൽ വലിയ തോതിൽ വെള്ളം വന്നു വീഴുന്നു എന്നാണ് ഇപ്പോഴത്തെ മൺസൂണിൻ്റെ പ്രത്യേകത. വ്യാപകമായിട്ട് മഴ പെയ്യുക, അത് ചെറിയ പീരീഡിൽ കൂടുതൽ മഴ പെയ്യുകയും അത് മണ്ണിലത് കറങ്ങുകയും പലതരത്തിലുള്ള സ്ഫോടനം ഉണ്ടാവുകയും അല്ലെങ്കിൽ മണ്ണിടിച്ചിലുണ്ടാവുക, ഈ ഉരുൾപൊട്ടൽ ഉണ്ടാവുക എന്നുള്ളത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥാ മാറ്റം. സോ അതുകൊണ്ട് കേരളത്തിലുണ്ടാക്കുന്ന എല്ലാ നിർമ്മാണങ്ങളും ആ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണോ, നമ്മുടെ മഴയ്ക്ക് അനുയോജ്യമാണോ? ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്ന അകത്ത് മണ്ണ് കെട്ടി നിർത്തിയിരിക്കുന്ന നിർമ്മിതികൾ എന്തുമാത്രം മണ്ണ് ഇങ്ങനെ കൂട്ടിവെച്ച് ഉണ്ടാക്കുന്ന നിർമ്മിതികൾ എന്തുമാത്രം നമ്മുടെ മൺസൂണിന് ചേരുന്നതാണ്? ഇത്തരത്തിലുള്ള പല ആലോചനകളും നടത്തേണ്ട, പല പുനഃപരിശോധനകളും നടത്തേണ്ട ഒരു സന്ദർഭമാണെന്ന് കൂടി പറയേണ്ടി വരും. ഇപ്പം നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇവിടെ ഇപ്പോൾ എന്തായാലും ഈ ഒരു നിർമ്മാണ മോഡൽ ഇവർ പുനഃപരിശോധിക്കുന്ന ഉറപ്പൊന്നുമില്ല. ഇന്ന് രാവിലെ KNRCയുടെ ആളുകൾ 2 പേര് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഞങ്ങൾ ഇതിനെ 2-3 ദിവസം കൊണ്ട് ഇതിന് പഠിക്കാൻ 3 ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ പഠിച്ചിട്ട് ഇത് റിപ്പയർ ചെയ്യുന്നതാണ് പറഞ്ഞത്. ഈ ഒരു റിപ്പയർ ചെയ്യുന്ന സംവിധാനം ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എന്തല്ല പ്രായോഗികമല്ല. ഇവിടുത്തെ മണ്ണ്, ഇവിടുത്തെ ഈ മണ്ണിൻ്റെ രീതി, ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഗതിവിഗതികളൊന്നും അറിയാത്ത ഈ ഏതോ ഉത്തരേന്ത്യൻ എഞ്ചിനീയർമാർ വന്നിട്ടുള്ള അവരുടെ കാൽക്കുലേഷനിലാണ് ഇവിടെ ഈ ഒരു സംഭവം അരങ്ങേറിയിട്ടുള്ളത്. ഇതിൻ്റെ തുടക്കത്തിൽ ജനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ശക്തമായൊരു സമരം ജനങ്ങൾ ഇതിനു മുമ്പേ ഇവരോട് പറഞ്ഞു. 2 മാസത്തിലധികം ഞങ്ങൾ 2 മാസമെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു ഈ റോഡ് ഇവിടെ ഉണ്ടാവും, ഇവിടെ നിൽക്കുന്നു എന്നുള്ളത്.